ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരുവിധം ലോഡിങ്ങും ലിങ്കിങ്ങും റീലൊക്കേറ്റിംഗ് ആൻഡ് ആസ് വെൽ ആസ് ലിങ്കിങ് വരെ നമ്മൾ ലിങ്കിങ് ലോഡേഴ്സ് വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും വിത്ത് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലോഡർ ഫീച്ചർ, ഇത് നിങ്ങളുടെ സിലബസിൽ മെഷീൻ ഡിപ്പെൻഡൻറ്റ് ലോഡർ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെ ആണ് കാണുന്നത്. പക്ഷേ അതെന്തോ ചെറിയ മിസ്റ്റേക്കാണ്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചറാണ് ലിങ്കിങ് ലോഡേഴ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചറുകളിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചാണ്. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുമ്പോൾ, ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മളെ പ്രോഗ്രാംസ് എല്ലാം എഴുതുമ്പോൾ ആ പ്രോഗ്രാംസിലെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈബ്രറിയിൽ നമ്മൾ ഒരുപാട് സബ് റൂട്ടീനുകളെ കാണും. ഓക്കെ, അപ്പം ഈ സബ് റൂട്ടീനുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് നമ്മളുടെ പ്രോഗ്രാം എല്ലാം എഴുതി അവസാനിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ റുട്ടീനുകളെ ഈ ലൈബ്രറിയിൽ നിന്ന് വെച്ചിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ തന്നെ നമ്മൾ ലിങ്കിങ് ലോഡേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ലിങ്കിങ് ലോഡറിൽ നമ്മളുടെ പ്രോഗ്രാം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമിനെ ആവശ്യമായിട്ടുള്ള നമ്മൾ വീണ്ടും ഇപ്പോൾ റീഡ് റെക്കോർഡ് റൈറ്റ് റെക്കോർഡൊക്കെ നമുക്ക് വീണ്ടും എഴുതേണ്ടി വരുന്ന സബ് റൂട്ടീനുകളാണ്. ഓക്കെ, അതിന് ആ സബ് റൂട്ടീൻസിനൊക്കെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരൊറ്റ കാര്യമായിട്ട് ഒരൊറ്റ റുട്ടീനായിട്ട് നമ്മൾ ലൈബ്രറിയിൽ കൊണ്ടുപോയി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഗ്രാമിൽ എവിടെയൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ച് ഇങ്ങനെ കോൾ ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന് നമ്മളിപ്പോൾ സി പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ റുട്ടീനുകൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൈബ്രറിയിൽ പോയിട്ട്, അതിനെ നമ്മൾ ഓട്ടോമാറ്റിക് ലൈബ്രറി എന്ന് പറയുന്നത്, ആ ഓട്ടോമാറ്റിക് ലൈബ്രറി പോകുന്നു, സെർച്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് ഓരോ റുട്ടീനും അവിടെ ഡിഫൈൻ ചെയ്തിട്ട് വർക്കാവും. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ലൈബ്രറികൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്ന ലിങ്കിങ് ലോഡറിൽ യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മെനി ലിങ്കിങ് ലോഡേഴ്സ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ഇൻകോർപ്പറേറ്റ് റുട്ടീൻസ് ഫ്രം എ സബ് പ്രോഗ്രാം ലൈബ്രറി ഇൻ ടു ദി പ്രോഗ്രാം ബീയിങ് ലോഡഡ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം ലിങ്കിങ് ലോഡേഴ്സും എന്താണ് ചെയ്യുന്നത്, റുട്ടീനുകളെ ഇൻകോർപ്പറേറ്റ് റുട്ടീൻസ് ഫ്രം എ സബ് പ്രോഗ്രാം ലൈബ്രറി ഇൻ ടു ദി പ്രോഗ്രാം ബീയിങ് ലോഡഡ്. ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്നാണ് നമ്മളുടെ ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത് റുട്ടീനുകളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതർ ലൈബ്രറീസ് മേ ബി സ്പെസിഫൈഡ് ബൈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ടു ദി ലോഡർ. വേറെ ഏതെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറയുന്ന ഒരുവിധം എല്ലാ രീതിയിലുള്ള സബ് റൂട്ടീനുകളെയുമുള്ള ഒരു ലൈബ്രറി ഓൾറെഡി ഉണ്ടായിരിക്കും. ലിങ്കിങ് ലോഡറിൻ്റെ കേസിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള ചെറിയ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ലോഡേഴ്സിനെല്ലാം പാസ് ചെയ്തിട്ട് ഇതുപോലത്തെ ചെറിയ റൂട്ടീൻസ് നമുക്കും നമ്മളുടെ എന്തുണ്ടാക്കാം, ഒരു ലൈബ്രറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓരോരോ സ്പെസിഫൈഡ് പ്രോഗ്രാംസിനും. ഓക്കെ, ലിങ്കിങ് ലോഡറിലേക്ക് കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമുകൾക്കോ അല്ലെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പാരാമീറ്റേഴ്സ് എല്ലാം പാസ് ചെയ്തിട്ടുള്ള അതർ ലൈബ്രറീസും ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം കോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ എന്ന് പറഞ്ഞിട്ട് ഓരോ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ലിങ്കിങ് ലോഡേഴ്സ് ദാറ്റ് സപ്പോർട്ട് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എക്സ്റ്റേണൽ സിമ്പിൾസിനെയാണ്. അതായത് നമ്മളിപ്പം ലിങ്കിങ് ലോഡറിൻ്റെ പ്രോഗ്രാംസിലെ പാസ് വണ്ണിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു എസ്റ്റേബിൾ ബിൽഡ് ചെയ്തിരുന്നു. ഈ എസ്റ്റേബിളിൽ എന്തായിരുന്നു, ആ പെർട്ടിക്കുലർ കൺട്രോൾ സെക്ഷനിലുള്ള എക്സ്റ്റേണൽ ആയിട്ട് റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സിനെയും സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഡിഫൈൻ ചെയ്തിട്ടുള്ളതിനും ആൻഡ് എക്സ്റ്റേണൽ സിമ്പിൾസ് ഏതൊക്കെയാണുള്ളത്, എക്സ്റ്റേണൽ ഡെഫിനേഷൻ എക്സ്റ്റേണൽ റെഫറൻസ് ഒക്കെ ഉള്ള ആ സിമ്പിൾസുകൾ ഏതൊക്കെയാണുള്ളത്, അതിന് കറസ്പോണ്ടിങ് അഡ്രസ്സുകളെല്ലാം നമുക്ക് നമ്മളുടെ ഒരു 1 പാസ് കഴിയുമ്പം ഒരു എസ്റ്റാബ് എന്ന് പറയുന്ന ആ ടേബിളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഡിഫൈൻ ചെയ്യപ്പെടാത്ത സിമ്പിൾസും ഉണ്ടായിരിക്കും അല്ലേ. ഡിഫൈൻ ചെയ്യപ്പെടാത്ത സിമ്പിൾസ് നമ്മൾ എസ്റ്റേബിൾ ഉണ്ടായിരിക്കും ഓരോ പാസ് കഴിയുമ്പോഴും. അപ്പം അതിനെയാണ് ഈ ലോഡറിൻ്റെ പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻഡ് ഓഫ് ദി പാസ് വണ്ണിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെടാത്ത ആ സിമ്പിൾസിനെയാണ്, എക്സ്റ്റേണൽ സിമ്പിൾസിനാണ് അൺഡിഫൈൻഡ്
അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് എക്സ്റ്റേണൽ റെഫറൻസസ് എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ എക്സ്റ്റേണൽ ഡെഫിനിഷൻസിൻ്റെ ശരിക്കുമുള്ള ആ ഒരു സിമ്പലിൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സും നമുക്ക് വൺ പാസിലൂടെ കിട്ടും. എക്സ്റ്റേണലി റെഫർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സെക്ഷന് തന്നെ അതിനെ കിട്ടില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റേബിളിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എസ്റ്റേബിളിൽ അതിനെ നമുക്ക് അൺറിസോൾവ്ഡ് ആയിട്ടാണ് എഴുതുക, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഓക്കെ, അങ്ങനെ അൺറിസോൾവ്ഡ് എന്ന് പറഞ്ഞ് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യും. ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് ലൈബ്രറിയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടോ നോക്കും. എന്നിട്ട് അത് താഴെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അൺറിസോൾവ്ഡ് എക്സ്റ്റേണൽ റെഫറൻസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ബൈ യൂസിങ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ ഫെച്ച് ചെയ്ത് എടുക്കപ്പെടുന്ന ലൈബ്രറീസിൽ നിന്ന് എടുക്കപ്പെടുന്ന റുട്ടീൻസ് എന്ന് പറയുന്നത് ഇൻ ദിസ് വേ മേ ദംസെൽസ് കണ്ടെയ്ൻ എക്സ്റ്റേണൽ റെഫറൻസസ്. ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു നമ്മളിപ്പം അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് ലൈബ്രറി പോയിട്ട് ഓട്ടോമാറ്റിക് കോൾ വിളിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു മെയിൻ ലൈബ്രറി സെർച്ച് ചെയ്യണം. ഒന്നും കൂടി ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡെഫിനിഷൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വീണ്ടും എന്തുണ്ടായിരിക്കാം? വീണ്ടും ഇതേപോലത്തെ എക്സ്റ്റേണൽ റെഫറൻസ് ഉണ്ടായിരിക്കാം. അൺറിസോൾവ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റെഫറൻസ് നമ്മൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു ലൈബ്രറി സെർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും until all references are resolved. എല്ലാ റെഫറൻസസും റിസോൾവ് ആവുന്നത് വരെ. ഓക്കെ, അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത്? നമ്മളുടെ പ്രോഗ്രാമിലുള്ള എസ്റ്റാബ് പാസ് 1 ശേഷം ക്രിയേറ്റ് ആവപ്പെടുന്ന എസ്റ്റാബിൽ അൺറിസോൾവ്ഡ് ആയി കാണപ്പെടുന്ന സിമ്പിൾസിനെ നമ്മളുടെ ലൈബ്രറിയിൽ പോയിട്ട് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള സിമ്പിൾസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടും. ഇൻ കേസ് നമ്മൾ ആ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ആ ഡെഫിനിഷൻസിൻ്റെ ഉള്ളിൽ വീണ്ടും എക്സ്റ്റേണൽ സിമ്പിൾസ് കാണുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ലൈബ്രറി സെർച്ചിൽ ആ പ്രോസസ്സ് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് പറയാം എങ്ങനെയാണ് ഈ ലൈബ്രറിയിൽ ഏ രീതിയിലാണ് ലൈബ്രറിനെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ റുട്ടീനുകൾ കൊടുത്തിട്ടാണ് അതായത് ഏതാണ് ആ റുട്ടീൻസ് എന്നുള്ളതിൻ്റെ ബേസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന റുട്ടീൻസാണ് നമ്മളെ ലൈബ്രറിയിൽ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്തായിട്ടാണ് ഡയറക്ടറി ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ഫോമിലാണ് നമ്മൾ ഈ ലൈബ്രറികളെ ഓട്ടോമാറ്റിക് ലൈബ്രറീനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം ലൈബ്രറീസ് ടു ബി സെർച്ച്ഡ് ബൈ ദി ലോഡർ സെർച്ച് ചെയ്യപ്പെടേണ്ട ലൈബ്രറീസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്? അസംബിൾഡ് അല്ലെങ്കിൽ കമ്പൈൽഡ് വേർഷൻ ഓഫ് ദി സബ് റൊട്ടീൻസ്. ഓക്കെ, കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ തന്നെ. ഓക്കെ, അപ്പം ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളുടെ ഒരു അസംബിൾഡ് വേർഷനായിട്ടോ അല്ലെങ്കിൽ കമ്പൈൽഡ് വേർഷനായിട്ടൊക്കെയാണ് നമുക്ക് ലൈബ്രറീസിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഒരു ഡയറക്ടറി പോലെയാണ് കാണുന്നത്. സോ ആ ഡയറക്ടറിയിലായിരിക്കും നമ്മൾ ആ സബ് റൂട്ടീനുകളും അതിൻ്റെ ഡെഫിനേഷൻസൊക്കെ നമുക്ക് ലൈബ്രറിയിൽ കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ നമ്മൾ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ് ട്രാക്ക് ദി ഡയറക്ടറി ഫോർ കോമൺലി യൂസ്ഡ് ലൈബ്രറീസ് പെർമനൻ്റ്ലി ഇൻ മെമ്മറി. എപ്പോഴും യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആണെങ്കിൽ അതിനെ പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈബ്രറീനെ യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ദ സെയിം ടെക്നിക് അപ്ലൈസ് ഈക്വലി വെൽ ടു ദ റെസൊല്യൂഷൻ ഓഫ് എക്സ്റ്റേണൽ സിമ്പിൾസ് ടു ഡാറ്റ ഐറ്റംസിൻ്റെ എക്സ്റ്റേണൽ സിമ്പിൾസിന്, അതായത് ഡാറ്റ ഐറ്റംസ് തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് യൂസ് ചെയ്യാം. സോ അപ്പോൾ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്? അതിനെ നമുക്കൊരു ഒരു ഒരു അസംബിൾഡ് അല്ലെങ്കിൽ കമ്പൈൽഡ് വേർഷൻ ഓഫ് സബ് റുട്ടീനുകളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി അതിന് നമ്മളൊരു ഡയറക്ടറി ഫോമിലാണ്, അതായത് എക്സ്റ്റേണൽ സിമ്പിൾസും പിന്നെ അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ ഉള്ള ഒരു ഡയറക്ടറി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ്ലി നമ്മളതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ആൻഡ് ലോഡർ ഓപ്ഷൻസ്. അപ്പം ലോഡർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മെനി ലോഡേഴ്സ് അലൗ ദി യൂസേഴ്സ് ടു, അപ്പോൾ അതായത് യൂസറിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഡയറക്ടറി എക്സ്റ്റേണൽ സിമ്പിൾസിനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പം യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ദാറ്റ് മോഡിഫൈ ദി സ്റ്റാൻഡേർഡ് പ്രോസസ്സിംഗ്.
അതായത് യൂസറുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേക കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഈ ലൈബ്രറി സെർച്ചിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് മോഡിഫൈ ദി സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്, ഈ സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്ങിനെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിനും കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോഡർ ഓപ്ഷൻസ് എന്ന് പറയുമ്പം യൂസേഴ്സ് ക്യാൻ ഓൾസോ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ദി സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്, അതിനുള്ള ഓപ്ഷനും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, ചില കമാൻഡ്സ് യൂസ് ചെയ്ത്, ചില കമാൻഡിങ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ലോഡറിലേക്ക് ഒരു സെപ്പറേറ്റ് ഇൻപുട്ട് ഫയലായിട്ടാണ് അത് പോകുന്നത്. ഓക്കെ, അതായത് മെനി ലോഡേഴ്സ് അലൗ ദി യൂസർ ടു സ്പെസിഫൈ ഓപ്ഷൻസ് ദാറ്റ് മോഡിഫൈ ദി സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ്. സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ് മോഡിഫൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമ്മളെ യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ്, കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അത് ലോഡറിലേക്ക് ഒരു സെപ്പറേറ്റ് ഫയലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതൊരു സോഴ്സ് പ്രോഗ്രാമിൽ, അതായത് നമ്മൾ എന്തൊക്കെ കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണോ ഇങ്ങനെ സ്റ്റാൻഡേർഡ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലുള്ള കാര്യങ്ങൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത്, അതിനെ ഒരു സെപ്പറേറ്റ് ഇൻപുട്ടായിട്ടാണ്, ഇൻപുട്ട് ഫയലായിട്ടാണ് ലോഡറിലേക്ക് പോകുന്നത്. അതായത് അത് ഈ പ്രൈമറി ഇൻപുട്ട് സ്ട്രീമിനോട് കൂടി തന്നെ എംബഡ് ചെയ്തിട്ടാണ് ആ ഫയലും പോകുന്നത്. ഓക്കെ, അതായത് ആ മോഡിഫിക്കേഷനും കൂടി നമുക്ക് ആ ഒരു ഫയൽ പോകുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, സോഴ്സ് പ്രോഗ്രാമിൽ. ആൻഡ് അപ്പം ഏതൊക്കെയാണ് ആ കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ കമാൻഡ്സ്, നമ്മൾ സ്റ്റാൻഡേർഡിനെ മോഡിഫൈ ചെയ്യാനുള്ള കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്, object program from a library and treat it was free part of the primary loader input. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലൈബ്രറി നെയിമിന്, പ്രോഗ്രാം നെയിം അല്ലെങ്കിൽ ലൈബ്രറി നെയിമിനെ നമുക്ക് എന്താണ് ചെയ്യുന്നത്, അത് ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേറെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡയറക്റ്റ് ദി ലോഡർ ടു റീഡ് ദി ഡെസിഗ്നേറ്റഡ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഫ്രം എ ലൈബ്രറി ആൻഡ് ട്രീറ്റ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് വെർ എ പാർട്ട് ഓഫ് ദി പ്രൈമറി ലോഡർ ഇൻപുട്ട്. ഓക്കെ, ആ ലോഡർ ഇൻപുട്ടിൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈബ്രറി തന്നെ എടുക്കുക. Okay, direct the loader to read the designated object program from the library and treat it as a part of the primary loader input. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി ലോഡറിൻ്റെ ഇൻപുട്ട് ആയിട്ടാണ്, അതായത് ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുക്കുക. ഓക്കെ, ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ലൈബ്രറി, ഒരു പെർട്ടിക്കുലർ റുട്ടീൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇൻക്ലൂഡ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്, ആ ലൈബ്രറീൻ്റെ പേര്, ആ പെർട്ടിക്കുലർ ലൈബ്രറിൻ്റെ പേര് അല്ലെങ്കിൽ ആ റുട്ടീൻ്റെ സബ് റുട്ടീൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് തന്നെ, അതായത് ഈ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് തന്നെ കണക്കാക്കുക. സോ ഏത് കമാൻഡ് ലാംഗ്വേജ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്നതാണ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ്. പ്രോഗ്രാമിൻ്റെ പേര് ആ ലൈബ്രറിയിൽ, അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈബ്രറിൻ്റെ പേരും കൂടി നമ്മൾ സാധാരണ പോലെ ലോഡറിൻ്റെ, ലിങ്കൽ ലോഡറിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ പാർട്ട് പോലെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് അതിനെ എടുക്കാൻ പറ്റും. ആൻഡ് ഡിലീറ്റ് സി സെക്ഷൻ നെയിം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്ട്രക്ട് ദ ലോഡർ ടു ഡിലീറ്റ് ദ നെയിംഡ് കൺട്രോൾ സെക്ഷൻ ഫ്രം ദി സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ബീയിങ് ലോഡഡ്. ഓക്കെ, നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സി സെക്ഷൻ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഡിലീറ്റ് എന്ന് പറയുന്ന എന്ത് യൂസ് ചെയ്യാൻ പറ്റും, കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പേര് മാറ്റി വേറൊരു പേര് കൊടുക്കാൻ, നെയിം 1 എന്ന് മാറ്റി നെയിം 2 എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് cause the external symbol name to be changed to name 1 എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ സിമ്പിൾ നെയിമാണ്. സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സിമ്പിൾ നെയിമാണ്, അതിനെ പേര് മാറ്റാം. ഓക്കെ, ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ അതിനെ കാണുമ്പോൾ നമ്മൾ അതിന് വേറെ പേരാണ് ഇനി കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, റീഡും റൈറ്റിനെയും എന്ത് ചെയ്യാണ്, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ലൈബ്രറിയിൽ നിന്ന്, ആ പെർട്ടിക്കുലർ ലൈബ്രറി നിന്നാണ് നമ്മൾ ആ റീഡ് റൈറ്റ് എന്ന് പറയുന്നതിനെ എന്ത് ചെയ്തെടുക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, റീഡ് റൈറ്റിനെ നമ്മളിങ്ങനെ റീഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ്, എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു
കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റീഡ് റെക്കിനെയും റൈറ്റ് റെക്കിനെയും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ചേഞ്ച് ചെയ്യും. നെയിം 1 എന്ന് പറയുന്ന റീഡ് റെക്കിൻ്റെ അടുത്ത് റീഡ് എന്ന് എഴുതും, റൈറ്റ് റെക്കിൻ്റെ അടുത്ത് റൈറ്റ് എന്ന് എഴുതും. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പോയിട്ട് ഒരു ലൈബ്രറീനെ അല്ലെങ്കിൽ ഒരു റൂട്ടീനെ എടുത്തിട്ട് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അത് അപ്പം റീഡും റൈറ്റും നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് റീഡ് ചെയ്തു. ഓക്കെ, അതാണ് ഇൻക്ലൂഡ് റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്തിന് പകരം യൂസ് ചെയ്യണം, റീഡ് റെക്കിനും റൈറ്റ് പകരം യൂസ് ചെയ്യണം. സോ നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ C സെക്ഷൻ ഒരു പെർട്ടിക്കുലർ റുട്ടീനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കമാൻഡ് ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ലോഡർ ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത്. വേറെയും കമാൻഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള എക്സ്റ്റേണൽ റെഫറൻസസിനെ എല്ലാം സ്റ്റാൻഡേർഡ് ലൈബ്രറി പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാമിന് വേണ്ടി മാത്രമുള്ള അതിനെയാണ് നമ്മൾ ലൈബ്രറി mylib എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈബ്രറി mylib എന്ന് പറയുന്ന ഒരു നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ എക്സ്റ്റേണൽ സിമ്പിൾസിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോ കോൾ സ്റ്റാൻഡേർഡ് ഡിവ് ദെൻ PLOT കോറിലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ കോളുകളൊക്കെ ഈ സബ് റൂട്ടീൻസിനെകളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട നമ്മളുടെ പ്രോഗ്രാമിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോ കോൾ എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ലോഡർ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ കമാൻഡ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്, ഇൻക്ലൂഡ്, ഡിലീറ്റ്, ചേഞ്ച് കോമൺ ആയിട്ടുള്ളത് കേട്ടോ. ഇൻക്ലൂഡ്, ഡിലീറ്റ്, ചേഞ്ച്, ലൈബ്രറി, അതായത് പുതിയൊരു ലൈബ്രറി യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് പറയുന്ന കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നോ കോൾ. ഓക്കെ, ദെൻ നമുക്ക് ലിങ്കേജ് എഡിറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലിങ്കേജ് എഡിറ്റർ, നമ്മൾ ലിങ്കിങ് ലോഡർ പഠിച്ചു. അപ്പം അടുത്തത് ലിങ്കേജ് എഡിറ്റർ. എങ്ങനെയാണ് ലിങ്കേജ് എഡിറ്റർ ചെയ്യുന്നത്? നമുക്കറിയാം ലോഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു മെമ്മറിയിലേക്ക് പറഞ്ഞിരിക്കുന്ന മെമ്മറിയിലേക്ക് ജസ്റ്റ് ഒരു ലോഡിങ്ങിനായിരുന്നു. അതിന് നമ്മൾ അബ്സല്യൂട്ട് ലോഡർ എന്ന് വിളിച്ചു. ഓക്കെ, ലോഡർ ആക്ച്വലി ചെയ്യുന്നത് ശരിക്കുമുള്ള ലോഡർ ലോഡിങ്ങും റീലൊക്കേഷനുമാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ റീലൊക്കേറ്റബിൾ ലോഡറെല്ലാം യൂസ് ചെയ്തിട്ട് ലോഡിങ്ങും റീലൊക്കേഷനും ചെയ്തു. ഇത് 3 ചെയ്യുന്ന ആളാണ് ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ ലിങ്കിങ് മാത്രം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലിങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ലിങ്കിങ് മാത്രം ഈ ഒബ്ജക്റ്റ് ഡിഫറെൻറ്റ് കൺട്രോൾ സെക്ഷനുകൾ തമ്മിലുള്ള എക്സ്റ്റേണൽ സിമ്പിൾസിനും എക്സ്റ്റേണൽ റെഫറൻസസിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി മാത്രം ചെയ്യുന്ന ആളാണ് ലിങ്കർ. ഓക്കെ, അപ്പം ഈ ലിങ്കേജ് എഡിറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പം നിങ്ങളിതൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഗർ വെച്ചിട്ട് വേണം പറയാൻ. ആദ്യം നമുക്ക് ആരാണ് ലിങ്കിങ് ലോഡർ ഉണ്ട്. ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റ് പ്രോഗ്രാം സാധാരണ പോലെ തന്നെ ലിങ്കിങ് ലോഡറിലേക്ക് കൊടുക്കുക. ലൈബ്രറീസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈബ്രറീസിൽ നിന്ന് റെഫറൻസസ് എല്ലാം എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. ദെൻ സാധാരണ പോലെ ലിങ്കേജ് എഡിറ്റർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ലിങ്കേജ് എഡിറ്റർ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളെ ലൈബ്രറീസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ലിങ്കേജ് എഡിറ്റർ എന്താണ് ചെയ്യുന്നത്, അതിനൊരു ലിങ്ക്ഡ് പ്രോഗ്രാമാണ് ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ആക്കുന്നത്. ഓക്കെ, ലിങ്ക്ഡ് പ്രോഗ്രാം ആക്കുക, അതൊരു എഡിറ്റഡ് വേർഷൻ ആക്കിയിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഇവിടെ ഈ ലിങ്കേജ് ലോഡറിൽ എന്തെല്ലാം സംഭവിക്കും, ലോഡിങ്ങും ലിങ്കിങ്ങും റീലൊക്കേഷനും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മെമ്മറിയിലേക്ക് ഇത് പോകുന്നത്. ഓക്കെ, ഇവിടെ ആകുമ്പം ആ ലിങ്ക്ഡ് പ്രോഗ്രാമിനെയാണ്, അതായത് ഈ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ലിങ്ക്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു എഡിറ്റഡ് വേർഷനെയാണ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് മെമ്മറിയിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഒരു EXE വേർഷൻ ആക്കിയാണ് ലിങ്കേജ് എഡിറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ലിങ്ക്ഡ് വേർഷനും കൂടി അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എഡിറ്റഡ് വേർഷനും കൂടി ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ലിങ്കിങ് ലോഡേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, എല്ലാ ലിങ്കിങ് ആൻഡ് റീലൊക്കേഷൻ ഓപ്പറേഷൻസ് ആൻഡ് ഓൾസോ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ലോഡ്സ് ദി ലിങ്ക്ഡ് പ്രോഗ്രാം ഡയറക്ട്ലി ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ അല്ലേ. ഇപ്പം ഇവിടെയുള്ള ലൈബ്രറിയിൽ പോലെ ലൈബ്രറി സെർച്ചസുകൾ ചെയ്യും ആൻഡ് റീലൊക്കേറ്റ് ചെയ്യും, അതിനുശേഷം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, ലിങ്കേജ് എഡിറ്ററോ ഒരു ലിങ്ക്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു എഡിറ്റഡ് വേർഷനെ നമ്മൾ എക്സിക്യൂട്ടബിൾ ഇമേജ് അല്ലെങ്കിൽ ഓഫൺ കോൾഡ് ലോഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഇമേജ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ലിങ്ക്ഡ് വേർഷൻ ആക്കി മാറ്റുകയാണ് ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ.
അതിനൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു ഓർ ലൈബ്രറിക്ക് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷമാണ് അതിന് റീലൊക്കേറ്റ് ലോഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ടു ലോഡ് ദി ലിങ്ക്ഡ് വേർഷൻ മെമ്മറിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നത്, റീലൊക്കേറ്റിംഗ് ലോഡർ യൂസ് ചെയ്തിട്ട്. പിന്നെ ദ ലോഡിംഗ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ വൺ പാസ് വിത്ത് നോ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ റിക്വയർഡ്. ഓക്കെ, എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിനൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഡിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. റീലൊക്കേറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. എന്താണ് ലിങ്കേജ് എഡിറ്ററിനെ കുറിച്ച് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. റെസൊല്യൂഷൻ ഓഫ് എക്സ്റ്റേണൽ സിമ്പിൾസ് ആൻഡ് ലൈബ്രറി സോഴ്സിംഗ് ആർ ഓൺലി പെർഫോംഡ് വൺസ്. ഓക്കെ, എക്സ്റ്റേണൽ റെഫറൻസസിനെയും ലൈബ്രറി സെർച്ചിനെയൊക്കെ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് റിസോൾവ് ചെയ്യുന്നത് ലിങ്കേജ് എഡിറ്റർ. ലിങ്ക്ഡ് വേർഷൻ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, എക്സ്റ്റേണൽ സിമ്പിൾസ് റിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് ഓൾറെഡി അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ റീലൊക്കേഷൻ എന്ന് പറയുന്നതിന് എസ്റ്റാബ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ആൻഡ് റീലൊക്കേഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സം മെക്കാനിസം സച്ച് ആസ് മോഡിഫിക്കേഷൻ ആൻഡ് ബിറ്റ് മാസ്ക്. അല്ലേ, മോഡിഫിക്കേഷൻ റെക്കോർഡുകളോ ബിറ്റ് മാസ്കുകളോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീലൊക്കേഷൻ നടത്തുന്നത്. നമ്മൾ ആദ്യം ലിങ്ക്ഡ് വേർഷൻ എന്ത് ചെയ്യും, നമ്മൾ എസ്റ്റാബിൽ നിന്നിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ റെഫറൻസസിനെല്ലാം റിസോൾവ് ചെയ്യും. അതിനുശേഷം റീലൊക്കേഷൻ ചെയ്യുമ്പോൾ മോഡിഫിക്കേഷൻ റെക്കോർഡുകളോ ബിറ്റ് മാസ്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് റീലൊക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ ലിങ്ക്ഡ് പ്രോഗ്രാമിൽ ആ ഒരു എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത എക്സ്റ്റേണൽ റെഫറൻസ് അതേപോലെ റീറ്റേൺ ചെയ്തിരിക്കും. ടു അലോ സബ്സിക്വൻറ്റ് റീലിങ്കിങ് ഓഫ് ദി പ്രോഗ്രാം ടു റീപ്ലേസ് കൺട്രോൾ സെക്ഷൻസ്, മോഡിഫൈ എക്സ്റ്റേണൽ സിമ്പിൾസ് എക്സെട്ര. എന്തിനു വേണ്ടിയിട്ടാണ്, ആ പ്രോഗ്രാമിനെ തന്നെ റീലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺട്രോൾ സെക്ഷനെ റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ റെഫറൻസസിനെ ഈസ് ഓഫൺ റീറ്റെയിൻഡ് ഇൻ ദി ലിങ്ക്ഡ് പ്രോഗ്രാം. സോ ലിങ്കേജ് എഡിറ്ററിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലിങ്ക്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ലിങ്ക്ഡ് വേർഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്ക്ഡ് വേർഷൻ്റെ ഒരു രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ലിങ്കേജ് എഡിറ്ററിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, നമ്മളവിടെ ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് വെറുതെ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ആ ഒരു ലിങ്കേജ് എഡിറ്റർ എന്താ ചെയ്യുന്നത്, ക്യാൻ ബി യൂസ് ടു റീപ്ലേസ് ദി സബ് റൂട്ടീൻസ് ഇൻ ലിങ്ക്ഡ് വേർഷൻ. ഓക്കെ, സബ് റൂട്ടീനുകളൊക്കെ ഉണ്ടാവും, അതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിനെ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ലിങ്ക്ഡ് വേർഷൻ ആക്കിയിട്ടാണ് സാധാരണ എല്ലാ ഒബ്ജക്റ്റ് പ്രോഗ്രാം നമ്മൾ ലിങ്കേജ് എഡിറ്ററിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ലിങ്കേജ് എഡിറ്റർ എന്താണ് ചെയ്യുന്നത്, അതിനെ വീണ്ടും സബ് റൂട്ടീൻസിനെല്ലാം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് പ്ലാനർ എന്ന് പറയുന്നത് പ്രോഗ്രാം ലൈബ്രറി, മേ ബി അത് പേരായിരിക്കും, പ്രോഗ്രാം ലൈബ്രറി യൂസ് ചെയ്യുന്ന ഒരു നമ്മളുടെ ലൈബ്രറീൻ്റെ പേരായിരിക്കും പ്രോഗ്രാം ലിബ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പ്ലാനർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ആ ലൈബ്രറിയിൽ പോയിട്ട് പ്ലാനറിനെ നമ്മൾ ഇങ്ങോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനർ എന്ന് പറയുന്നതിനെ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് പ്രൊജക്റ്റ്. ഓക്കെ, അതിന് പ്രൊജക്റ്റ് എന്ന് പറയുന്നതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് ആ പ്രൊജക്റ്റിന് പുതിയൊരു ലൈബ്രറി നമ്മളിവിടെ കൊടുക്കുകയാണ്. അല്ലേ, ഇതൊരു ചെറിയൊരു ഫയൽ പോലെ നമ്മൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനോട് കൂടെ തന്നെ ആണ് നമ്മളുടെ ഈ രീതിയിലുള്ള കമാൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലേ, ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ആ ഇൻപുട്ട് സ്ട്രീമിനോട് കൂടെ തന്നെ ആയിരിക്കും ഈ ഫയലും പോകുന്നത്. സോ എന്താണ്, ആ പ്രൊജക്റ്റിന് പുതിയൊരു ലൈബ്രറി നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഈ പ്ലാനർ, ആദ്യത്തെ ഈ പ്രോഗ്രാം ലിബ് എന്ന് പറയുന്ന പ്ലാനറിനെ റീപ്ലേസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ലിങ്കേജ് എഡിറ്ററിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യും. ഈസ് ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് ദി സബ് റൂട്ടീൻസ്. ഓക്കെ, അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. ആൻഡ് ലിങ്കേജ് എഡിറ്ററിന് ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്ന, ഇപ്പോൾ റീഡിന് വേണ്ടി റൈറ്ററിന് വേണ്ടിയിട്ട് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എൻ കോഡ്, ഡി കോഡ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനെല്ലാം നമ്മളൊരൊറ്റ ഫയലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഇത് വെച്ചിട്ട് തന്നെ നെയിം വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സേവ് ഫോർട്രാൻ FTNIO ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്ലിബ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എന്താണ്, റീഡ്, റൈറ്റർ, ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എൻ കോഡ്, ഡി കോഡ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ നെയിം വെച്ചിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ലിങ്കേജ് എഡിറ്റർ ക്യാൻ ബി യൂസ് ടു ബിൽഡ് പാക്കേജസ് ഓഫ് സബ് റൂട്ടീൻസ് എന്താണ് ദാറ്റ് ആർ ജനറലി യൂസ്ഡ് ടുഗെദർ. ഒറ്റയ്ക്കായിട്ട് തന്നെ ഇത്രയും സബ് റൂട്ടീനുകളുടെ പാക്കേജിനെ നമുക്ക് ഒരൊറ്റ ആളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന രീതിയിൽ ലിങ്കേജ് എഡിറ്റർക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് സേവ് ഫോർട്രാൻ FTNIO ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്ലിബ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. Okay, then linkage editor often allow the user to specify the external references
ആർ നോട്ട് ടു ബി റിസോൾവ്ഡ് ബൈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഓക്കെ, റിസോൾവ് ചെയ്യേണ്ട എന്ന് പറയുന്ന രീതിയിലും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. And only the external reference between user written routines would be resolved. ഓക്കെ, യൂസർ റിട്ടേൺ ചെയ്ത റൂട്ടീൻസുകൾ മാത്രമാണ് റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ നമുക്ക് ലിങ്കേജ് പഠിച്ചു. ലിങ്കേജ് എഡിറ്ററുകൾ എന്താണ് ചെയ്യുന്നത്? അപ്പം ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത് ഈ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ലിങ്ക്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ലിങ്ക്ഡ് വേർഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന എന്താണ് ലിങ്കേജ് എഡിറ്ററിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റും സബ് റൂട്ടീനുകൾ. ആൻഡ് ഓൾസോ ടുഗെദറായിട്ട് ഒരു പാക്കേജിനെ ടുഗെദറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.